ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറക്ക. നമ്മളിപ്പോൾ കളക്ഷൻ ഫ്രെയിംവർക്ക് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫോർത്ത് പാർട്ട്, അതായത് കളക്ഷൻ ഇന്റർഫേസ് ആൻഡ് ഇറ്റ്സ് മെത്തേഡ്സ്. ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ കളക്ഷൻ വീഡിയോയുടെ ഇൻട്രൊഡക്ടറി പാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കളക്ഷൻ ഫ്രെയിംവർക്കും അറേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കളക്ഷൻ ഹൈറാർക്കി, മാപ്പ് ഹൈറാർക്കി ഇതും ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർക്കാണ് ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. നമുക്കിന്ന് ഫോർത്ത് പാർട്ടിലേക്ക് പോകാം, അതായത് കളക്ഷൻ ഇന്റർഫേസ് ആൻഡ് ഇറ്റ്സ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ കളക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ഷൻ ഇസ് ആൻ ഇന്റർഫേസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ java.util.package. java.util എന്ന് പറഞ്ഞ പാക്കേജിനകത്ത് ഉള്ള ഒരു ഇന്റർഫേസ് ആണ് കളക്ഷൻ. ഓക്കെ, കളക്ഷന്റെ സിന്റാക്സ് ആണിത്. പബ്ലിക് ഇന്റർഫേസ് കളക്ഷൻ, ജനറിക് പാർട്ട് കൊടുത്തു, എക്സ്റ്റെൻസ് ഐട്രബിൾ ജനറിക് പാർട്ട്. ഇതിനകത്ത് കുറെ മെത്തേഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറെ മെത്തേഡ്സ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കളക്ഷന്റെ സിന്റാക്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷന്റെ ഹൈറാർക്കി. ഇത് ഞാൻ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കളക്ഷൻ ഹൈറാർക്കി ഉണ്ട്, മാപ്പ് ഹൈറാർക്കി ഉണ്ട്. കളക്ഷൻ ഹൈറാർക്കിയിൽ ഏതൊക്കെ ഇന്റർഫേസ് വരുന്നു, ക്ലാസ് വരുന്നു. അതുപോലെ മാപ്പ് ഹൈറാർക്കിയിൽ ഏതൊക്കെ ഇന്റർഫേസ് വരുന്നു, ക്ലാസ് വരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. അതായത് കളക്ഷൻ ഇന്റർഫേസിനകത്ത് തന്നെ ഒരുപാട് ഇന്റർഫേസ് ഉണ്ട്. ഇപ്പൊ ലിസ്റ്റ് ഉണ്ട്, ക്യൂ ഉണ്ട്, DQ ഉണ്ട്, സെറ്റ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, യൂസർ ഡിഫൈൻഡ് ക്ലാസ്സും ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ് ഈ കളക്ഷൻ മെത്തേഡ്, അല്ലെ. ഇതിനകത്ത് ഞാനിപ്പോ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊരു യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അതായത് ഞാൻ എന്നൊരു യൂസർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മെത്തേഡുകൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയിൽ ഓൾറെഡി അത് എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സിന് എക്സാമ്പിൾ ആണ് അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞ് കിടക്കുന്നില്ലേ, വെക്ടർ, ഇതൊക്കെ ഇൻബിൽഡ് ക്ലാസ് ആണ്. അപ്പൊ ഈ ക്ലാസ് ഒക്കെ ഏതെങ്കിലും ഇന്റർഫേസിനകത്തായിരിക്കും വരുന്നത്. അപ്പൊ ഈ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഇന്റർഫേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്, എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്യും. ഒരു ഇന്റർഫേസിനെ ആണെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ്സ് കീവേഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ അറേ ലിസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തു. ഓക്കെ, അതൊരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്, അല്ലെ. നമ്മൾ ഈ അറേ ലിസ്റ്റിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇതാ ഡയറക്റ്റ് ആ ക്ലാസ്സിലേക്ക് പോകും. അറേ ലിസ്റ്റ് ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞ ഇൻബിൽഡ് ക്ലാസ് ആണ് ഇത്. ഇത് ഏതെങ്കിലും ക്ലാസ്സിനെ ഇൻഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻസ് ആ പർട്ടിക്കുലർ ക്ലാസ് ആയിരിക്കും. എക്സ്റ്റെൻസ് കീവേഡിന് ശേഷം കിടക്കുന്നത് അത് ഏത് ക്ലാസ്സിനെ ഇൻഹെർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഫംഗ്ഷൻസ് എഴുതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെ. അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിനകത്ത് ഇതുപോലെ ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പബ്ലിക് വോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് സൈസ്, എംപ്റ്റി, ഗ്രോ, അതുപോലെ ആഡ് ഓൺ, കണ്ടെയ്ൻസ്, ഇൻഡെക്സ് ഓഫ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിൽ എടുത്തിട്ട്. അപ്പൊ നമ്മുടെ ഈ അറേ ലിസ്റ്റ് ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിനെയാണ്. ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കണം അതിനുശേഷം വരുന്നത് ഒരു ഇന്റർഫേസ് ആയിരിക്കും. അതാ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസ് ആണ്. അറേ ലിസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇന്റർഫേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് ഇന്റർഫേസ് കളക്ഷൻ ഇന്റർഫേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പോയിട്ട് നിങ്ങളിപ്പോ ഈ ലിസ്റ്റിൽ ഒരു കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അല്ല, ഒരു ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിന്റെ സിന്റാക്സ് ആണ് ഞാനിപ്പോ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞത്. പബ്ലിക് ഇന്റർഫേസ്, കളക്ഷൻ, ജനറിക് കൊടുക്കും, എക്സ്റ്റെൻസ് ഐട്രബിൾ, അതിനകത്ത് മെത്തേഡ്സ് കാണും. അപ്പൊ ഇതേ സിന്റാക്സ് ആണ് നമ്മുടെ ഇന്റർഫേസിന്. പബ്ലിക് ഇന്റർഫേസ്, ഇന്റർഫേസ് നെയിം, ജനറിക്, എക്സ്റ്റെൻസ്, എന്താണോ ഏത് ക്ലാസ്സിനെയാണോ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി അതിനകത്തും കുറെ മെത്തേഡുകളൊക്കെ. അപ്പൊ ഈ ഇന്റർഫേസിൽ നമ്മൾ ചെല്ലുമ്പോൾ അറിയാലോ, അതിനകത്ത് ഇംപ്ലിമെന്റേഷൻ ഒന്നും കാണില്ല. ജസ്റ്റ് ഇങ്ങനെ ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ പർട്ടിക്കുലർ ക്ലാസ്സിനകത്ത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇപ്പോ ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കളക്ഷൻ ഇന്റർഫേസിനെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ ഈ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനെയാണ്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ക്ലാസ് ഉണ്ട്. ഹാഷ് സെറ്റ് ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് സെറ്റിനെയാണ്. അപ്പൊ നമ്മൾ ഹാഷ് സെറ്റിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അത് സെറ്റ് എന്ന് പറഞ്ഞൊരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ മുമ്പേ ലിസ്റ്റ് ഇന്റർഫേസ് കണ്ടത്. ഓക്കെ, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണാം, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ഷൻ ഇന്റർഫേസും അതിന്റെ മെത്തേഡ്സും ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കളക്ഷൻ ഇന്റർഫേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ java.util.package ഒരു ഇന്റർഫേസ് ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് അറേ ലിസ്റ്റ് തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാനൊരു അറേ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തു. അറേ ലിസ്റ്റ് കൊടുത്തു ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ്. ഓക്കെ, ഇവിടെ ഞാൻ സ്ട്രിംഗ് ടൈപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു അറേ ലിസ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി അറേ ലിസ്റ്റിന്റെ അകത്ത് ഞാൻ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ a.add. അപ്പൊ നമ്മൾ ഈ ആഡ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഈ ആഡ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എലമെന്റുകൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഈ ആഡ് എന്ന് വിളിച്ചപ്പോ തന്നെ ഇതിന്റെ പാരാമീറ്റർ ഉണ്ടോ, ഒബ്ജക്റ്റ് ആണ്. അതായത് ഞാൻ മുൻപ് ഇത് പറഞ്ഞിരുന്നു, നമുക്കിപ്പോ ഒരു അറേ ലിസ്റ്റിനകത്തോട്ട് നമുക്ക് ഇന്റിജർ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, ബൂളിയൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ അതെല്ലാം ഒരു ഒബ്ജക്റ്റ് ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രിംഗ് ആയിട്ടോ ഒന്നുമല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഒബ്ജക്റ്റ് എന്ന് കിടക്കുന്നു. അപ്പൊ ഇവിടെ ആഡിനകത്ത് ഞാൻ 100 ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ a.addനകത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടർ കൊടുക്കാം. ഓക്കെ, ഒരു ക്യാരക്ടർ ഞാൻ കൊടുത്തു. വേണമെങ്കിൽ എനിക്ക് സ്ട്രിംഗ് കൊടുക്കാം. ഓക്കെ, ആഡിന്റെ അകത്ത് ഞാൻ സ്ട്രിംഗ് കൊടുത്തു, കോഡ് ഇറക്കാം കൊടുത്തു. ഓക്കെ, ഇനി ഇതിപ്പോ ഞാൻ പ്രിന്റ് ചെയ്യാണ്. എന്ത് വേണമെങ്കിലും എനിക്ക് ബൂളിയനോ ഡബിളോ സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനിയിപ്പോ ഞാൻ എ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റും. 100 a കോഡ് ഇറക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ ആഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിനകത്തെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അവർ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എലമെന്റ് ആഡ് ചെയ്യണമെന്നും ഇനി ഒരു എലമെന്റ് സക്സസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് ഈ മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് ബൂളിയൻ ആയിരിക്കുന്നത്. റിട്ടേൺ ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റ് സക്സസ് ആയിട്ട് ആഡ് ചെയ്തു, അറേ ലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അറേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. മനസ്സിലായല്ലോ? ഇതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന എലമെന്റ് ലിസ്റ്റിന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യും. ഈ ട്രൂ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ സിസ് ഔട്ടിന്റെ അകത്ത് തന്നെ ഈ എലമെന്റ് ആഡ് ചെയ്യാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. a.add ഞാനിപ്പോ ഒരു ഡബിൾ കൊടുക്കുകയാണ്, 765 കൊടുത്തു. ഓക്കെ, ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റ് ഈ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ട്രൂ പ്രിന്റ് ചെയ്യും. ഞാനിത് റൺ ചെയ്യുമ്പോൾ പ്രിന്റ് ആയി. ഇനി ഇത് സക്സസ് ആയിട്ട് ആഡ് ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എ ഒന്നുകൂടെ പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 4 എലമെന്റ് ഉണ്ടാവും. കണ്ടോ, മനസ്സിലായല്ലോ? അപ്പൊ ട്രൂ എന്താണ് റിട്ടേൺ ചെയ്യുന്നത് മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ്. അത് സക്സസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ. ആഡ് മെത്തേഡ് മനസ്സിലായല്ലോ? ഇനി ഇപ്പൊ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആഡ് ഓൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോ ഞാനിപ്പോ ആദ്യത്തെ അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ ഒരു അറേ ലിസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ബി എന്ന് പറഞ്ഞൊരു അറേ ലിസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ബിക്കകത്തും ഞാൻ എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. b.add. ഇതിൻ്റെ അകത്തും ഞാനിപ്പോ കോമൺ എലമെന്റ് വേണമെങ്കിൽ കോമൺ എലമെന്റ് നമുക്ക് കൊടുക്കാം. കോഡ് ഇറക്ക കൊടുത്തു, അതുപോലെ കോഡ് ഇറക്ക കൊടുത്തു, അതുപോലെ b.add എന്തെങ്കിലും 90 ഇന്റിജർ കൊടുത്തു. ഓക്കെ, ഇനി b.add ക്യാരക്ടർ വേണം, ക്യാരക്ടർ കൊടുക്കാം. ഞാൻ a എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട് ബി എന്റെ രണ്ടാമത്തെ അറേ ലിസ്റ്റ്. ഇത് റൺ ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആയി എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് അറേ ലിസ്റ്റ്, ഇത് സെക്കൻഡ് അറേ ലിസ്റ്റ്. ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അറേ ലിസ്റ്റ് എ പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു കോട്സ് കൊടുക്കാം, കോളൻ കൊടുക്കാം, എന്നിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ,
ഇതേ സിന്റാക്സിൽ തന്നെ നമുക്ക് അടുത്തതും പ്രിന്റ് ചെയ്യാം. കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അറേ ലിസ്റ്റ് ബി. ഓക്കെ, ഇവിടെ എന്നിട്ട് ഒരു പ്ലസ് കൊടുക്കാം. ഇപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കമന്റ് ചെയ്യാം. ഇപ്പൊ ട്രൂവും ഫോൾസും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ എലമെന്റ് തൽക്കാലം ഞാൻ കളയാണ്. ഇത് സക്സസ് ആയിട്ട് ആഡ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ റൺ ചെയ്യുമ്പോൾ ആദ്യത്തെ അറേ ലിസ്റ്റിൽ ഇതുണ്ട്, രണ്ടാമത്തെ അറേ ലിസ്റ്റിൽ ഇതുണ്ട്. ഓക്കെ, ഇനി ആഡ് ഓൾ എങ്ങനെയാണെന്ന് പറയാം. ആഡ് ഓൾ എന്ന് പറയുമ്പോൾ ഇപ്പോ എനിക്ക് ഒരു അറേ ലിസ്റ്റിനകത്തെ എല്ലാ എലമെന്റ്സും വേറൊരു അറേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു എലമെന്റ് ബൈ എലമെന്റ് അല്ലാതെ ഒരു കളക്ഷനിൽ കിടക്കുന്നതിനെ ഫുള്ളും എനിക്ക് വേറൊരു കളക്ഷനിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ഓൾ, ആ പേര് പോലെ തന്നെ. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ബിയിൽ കിടക്കുന്ന എല്ലാത്തിനെയും എയിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എ ഡോട്ട് എന്തിലോട്ടാണോ ആഡ് ചെയ്യേണ്ടത് അത് ആദ്യം കൊടുക്കണം. ആഡ് ഓൾ കൊടുക്കുക. ഓക്കെ, ആഡ് ഓളിനകത്ത് കളക്ഷൻ ഏതാണ്? ബി. ഇതെന്താ പറ്റുക? ബിക്കകത്തെ എല്ലാ എലമെന്റും എയിലേക്ക് ആഡ് ആവും. ഓക്കെ, എന്നിട്ട് നമുക്ക് എ പ്രിന്റ് ചെയ്യാം. അപ്പോ എക്കകത്തെ എലമെന്റ് ഇതാണ്, ബിക്കകത്തെ എലമെന്റ് ഇതാണ്. ആ രണ്ട് കളക്ഷൻ കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എക്കകത്ത് ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ ബിക്കകത്തെ കോഡിയുറേക്ക 90A അതുകൂടെ വന്നു. മനസ്സിലായല്ലോ? ഇനിയിപ്പോ ബിയിലേക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ കൊടുക്കണം ബി ഡോട്ട് ആഡ് ഓൾ ഓഫ്. മനസ്സിലായല്ലോ? ആഡ് ഓളും ആഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ ഇത് കളയാണ്. ആഡ് ഓളും മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന അറേ ലിസ്റ്റിന്റെ സൈസ് എത്രയാണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിലും നമുക്ക് മെത്തേഡ് ഉണ്ട്. അപ്പോ എ ഡോട്ട് സൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സൈസ് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ സൈസ് എത്രയാണെന്ന് മനസ്സിലാവും. 3. അപ്പൊ നമ്മൾ ഈ മെത്തേഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ സൈസ്. അതായത് നമ്മുടെ ലിസ്റ്റിനകത്ത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അത് റിട്ടേൺ ചെയ്യും. അത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ഓരോ മെത്തേഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോ ഇത് എംപ്റ്റി ആണോ അല്ലേന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡോട്ട് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇത് എംപ്റ്റി അല്ല, അതുകൊണ്ട് എന്താണ് ഇത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഈസ് എംപ്റ്റിയിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ബൂളിയൻ ആണ്. ബൂളിയൻ റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, എംപ്റ്റി അല്ലെങ്കിൽ ഫോൾസ്. ഇപ്പൊ ഫോൾസ് റിട്ടേൺ ചെയ്യത്തുള്ളൂ, കാരണം എന്താണ് എംപ്റ്റി അല്ല. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇതിനെ എംപ്റ്റി ആക്കുകയാണ്. ഇതൊരു എംപ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ക്ലിയർ. എ ഡോട്ട് ക്ലിയർ എന്ന് വിളിച്ചാൽ. ഓക്കെ, എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലിയർ ആവും. അപ്പൊ എന്ത് പറ്റും? എ ഡോട്ട് ഈസ് എംപ്റ്റി ആണോ എന്ന് നോക്കുമ്പോൾ എംപ്റ്റി ആണ്, അപ്പൊ ട്രൂ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിതിപ്പോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നള്ള് എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും കിട്ടുക. കണ്ടോ? മനസ്സിലായല്ലോ? അപ്പൊ ക്ലിയറും സൈസും മനസ്സിലായല്ലോ? ഇനി നമുക്കിപ്പോ ഈ ഒരു അറേ ലിസ്റ്റിനെ നമുക്ക് അതിന്റെ കോപ്പി എടുത്ത് വെക്കാൻ പറ്റും. അതായത് അതിന്റെ എക്സാക്ട് കോപ്പി, അതിനെ ക്ലോൺ ചെയ്തെടുത്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോൺ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് ഞാനിപ്പോ വേറൊരു അറേ ലിസ്റ്റോട്ട് എടുക്കാണ്. അതായത് ഇതിനെ ക്ലോൺ ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും അതിന്റെ കോപ്പി സൂക്ഷിക്കണമല്ലോ. ഞാനിവിടെ ബി എന്ന് പറഞ്ഞൊരു അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് എന്ത് എലമെന്റ് ഉണ്ടോ അത് തന്നെ എനിക്ക് ബിക്കകത്ത് വേണം. നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോൺ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ഡോട്ട് ക്ലോൺ വിളിച്ചാൽ മതി. ഓക്കെ, ഇത് ക്ലോൺ ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഇതിന്റെ ക്ലോൺ ചെയ്ത കോപ്പി എവിടേക്കെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ, അത് ബിയിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എറർ കാണിക്കും, ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ബി പ്രിന്റ് ചെയ്യുമ്പോൾ ക്ലോൺ ചെയ്യുന്നതിന് മുന്നേ ശേഷവും ബി പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ബിക്കകത്തൊന്നും ഉണ്ടാവില്ല. ബി എംപ്റ്റി സെറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോ എക്കകത്തുള്ള എലമെന്റ് ക്ലോൺ ചെയ്ത് നമ്മൾ ബിയിലേക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ബി പ്രിന്റ് ചെയ്യുമ്പോൾ എയിൽ എന്ത് എലമെന്റ് ഉണ്ട്? 100K കോഡിയുറേക്ക, അത് 3. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് സൈസും അതുപോലെ എംപ്റ്റി ഫംഗ്ഷൻ അതുപോലെ ക്ലോൺ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. നമുക്ക് എക്സാക്ട് അതിന്റെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോൺ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് ഈ എലമെന്റിനകത്ത് എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പോ എനിക്കിതിനകത്ത് 100 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? എ ഡോട്ട് കണ്ടെയ്ൻസ് ഓഫ് 100. അപ്പോൾ
കണ്ടെയ്ൻസിൽ നിങ്ങൾ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അത് ബൂളിയൻ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ബൂളിയൻ റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. 100 ഇതിനകത്ത് ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ്. ഇതിനകത്ത് 100 ഉണ്ടല്ലോ, അപ്പൊ ഇത് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ 1000 ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്തതെന്ന് വിചാരിക്കുക. എന്താണ് 1000 എന്തായാലും അതിനകത്തില്ല, അപ്പൊ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ കണ്ടെയ്ൻസ് മനസ്സിലായി. ഈ ആഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തൊരു മെത്തേഡ് റിമൂവ്. ഓക്കെ, അപ്പൊ റിമൂവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ കൊടുക്കുകയാണ്, എനിക്ക് ഇതിനകത്ത് നിന്ന് 100 റിമൂവ് ചെയ്യണം. അപ്പൊ ഞാൻ റിമൂവ് ഓഫ് 100 എന്ന് കൊടുക്കും. ഓക്കെ, കൊടുക്കും. എന്നിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്യണമല്ലോ. ഓക്കെ, കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് റൺ ചെയ്യുമ്പോൾ എക്സെപ്ഷൻ വന്നു, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. അപ്പൊ എന്താണ്? ഇൻഡെക്സ് 100 ഔട്ട് ഓഫ് ബൗണ്ട്സ് ഫോർ ലെങ്ത് 3. അതായത് എന്റെ അറേ ലിസ്റ്റിന്റെ ലെങ്ത് 3 ആണ്. ഇൻഡെക്സ് 100 എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറമുള്ള ഒരു ലിമിറ്റ് ആണ് അല്ലെ. അതായത് 3 എലമെന്റേ ഉള്ളൂ. നമ്മളപ്പോ 100ാമത്തെ എലമെന്റ് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു കാര്യം. മിക്കവർക്കും ഇത് തെറ്റുന്നതാണ്. അതായത് ഞാനിതിപ്പോ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. നമ്മൾ റിമൂവ് എന്ന് വിളിക്കുമ്പോൾ ഇതൊരു ഇൻഡെക്സ് പാരാമീറ്റർ ആണ് അത് പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മളൊരു ഇന്റിജർ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ ചിന്തിക്കുന്നത് നമ്മളൊരു ഇൻഡെക്സ് ആണ് പാസ് ചെയ്തതെന്നാണ്. ഇത് 100ാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെയാണ് റിമൂവ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ എന്റെ അറേ ലിസ്റ്റിന്റെ സൈസ് 3 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സെപ്ഷൻ വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഇൻഡെക്സേ പാസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് 100 റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 കിടക്കുന്ന ഇൻഡെക്സ് എത്രയാണ്? 0 അല്ലെ. അപ്പോൾ 0 ആണ് പാസ് ചെയ്യേണ്ടത്. 0 പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ 100 റിമൂവ് ആവും. 0th ഇൻഡെക്സിൽ കിടക്കുന്ന 100 റിമൂവ് ആവും. കെയും കോഡ് റെക്കൻസ് ഉണ്ടാവും. ഇനി കോഡ് റെക്ക റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ് അല്ലെ. ഇവിടെ ഞാൻ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് കൊടുക്കണം. അപ്പൊ കോഡ് റെക്ക റിമൂവ് ആയി. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇന്റിജർ അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് അല്ലാതെ അത് പറഞ്ഞു കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ റിമൂവ് എന്ന് വിളിക്കുമ്പോൾ റിമൂവിന് 2 എണ്ണം ഉണ്ട്. അതായത് ഇത് ഇൻഡെക്സ് അക്സെപ്റ്റ് ചെയ്യും, ഒബ്ജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ നമ്പർ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എപ്പോഴും ഇൻഡെക്സ് ആയിട്ട് എടുക്കത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോ റിമൂവോ 2 എന്ന് കൊടുത്താൽ അത് കോഡ് റെക്ക റിമൂവ് ചെയ്യും അല്ലെ. അതിന് പകരം നമുക്കിവിടെ ഡയറക്റ്റ് കോഡ് റെക്ക എന്ന് കൊടുക്കാം. ഇത് മാറ്റാം, കാരണം അല്ലെങ്കിൽ അത് വേറെ ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇത് കോഡ് റെക്ക ഡയറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. കണ്ടോ, കോഡ് റെക്ക റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റിജർ പാസ് ചെയ്താൽ അത് ഇൻഡെക്സ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇന്റിജർ അല്ലാത്ത എന്ത് നമ്പേഴ്സ് എന്താണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് പാസ് ചെയ്യാതെ നമുക്ക് ആ ഡയറക്റ്റ് ആ എലമെന്റ് പാസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ റിമൂവ് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആഡ് മനസ്സിലായി. അതുപോലെ തന്നെ ആഡ് ഓൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒരു കളക്ഷനിലെ എല്ലാ എലമെന്റിനും നമുക്ക് വേറൊരു കളക്ഷനിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ റിമൂവ് ഓൾ ഉണ്ട്. റിമൂവ് ഓളിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കളയാണ്. ഇനി ഇപ്പൊ ഈ ഒരു അറേ ലിസ്റ്റിനകത്ത് ഈ എലമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ വേറൊരു അറേ ലിസ്റ്റ് കൂടെ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഞാൻ കുറച്ച് എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര എലമെന്റിന്റെ എണ്ണം സെയിം ആയിരിക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ b.add of നമ്പർ കൊടുത്തു. ഇവിടെ b.add of ഇവിടെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുക്കുകയാണ്. അതുപോലെ b.add of കോഡിറൊക്കെ എന്തായാലും സെയിം ആയിട്ട് കിടന്നോട്ടെ. ഇനിയിപ്പോ b.add of ഞാൻ വേറെന്തെങ്കിലും ഒരു ഡബിൾ കൊടുക്കുകയാണ്. 8.07. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. അപ്പൊ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരേ രീതിയിൽ ഇവിടെ 3 ആഡ് ചെയ്തു, ഇവിടെ 3 ആഡ് ചെയ്തു എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 ലിസ്റ്റിലും സെയിം ആണെങ്കിലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്റെ ആദ്യത്തെ ലിസ്റ്റിനകത്ത് ഞാൻ 3 എലമെന്റ് ആഡ് ചെയ്തു. ആദ്യത്തെ ഒരു ഇന്റിജർ ആണ്, ഒരു ക്യാരക്ടർ, ഒരു സ്ട്രിംഗ്. ഇതിനകത്ത് ഇന്റിജർ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാനൊരു ക്യാരക്ടർ കൊടുത്തു. ക്യാരക്ടർ കെ വേണ്ട, വേറെ എന്തെങ്കിലും ടി കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനിയിപ്പോ ഞാൻ റിമൂവ് ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ റിമൂവ് ഓൾ കൊടുക്കാം. അതായത് ഈ b.remove all. റിമൂവ് ഓളിനകത്ത് എന്താണ്?
കളക്ഷൻ ആണ് അല്ലെ അത് പ്രതീക്ഷിക്കുന്നത്. റിമൂവ് ഓൾ ഓഫ് എ, അതായത് എക്കകത്ത് എന്തെങ്കിലും ബിയിലും എയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് ബിന്ന് റിമൂവ് ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. മനസ്സിലായല്ലോ? അതായത് റിമൂവ് ഓൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ രണ്ട് കളക്ഷൻസിനെയാണ്, ഒരു കളക്ഷൻ ഏത് കളക്ഷനിൽ നിന്നാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ആദ്യം കൊടുക്കും, ഏത് കളക്ഷനുമായിട്ടോ കമ്പയർ ചെയ്യേണ്ടത് അത് രണ്ടാമത് ഇതിനകത്ത് പാരാമീറ്റർ ആയിട്ട് കൊടുക്കും. അപ്പൊ റിമൂവ് ഓളിനകത്ത് ഈ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് വരുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. ഏതിൽ നിന്ന് റിമൂവ് ചെയ്യും? ബിയിൽ. മനസ്സിലായല്ലോ? ഇതിനകത്ത് ഇപ്പൊ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കോഡിറേക്ക മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ളത് അല്ലെ? കോഡിറേക്ക റിമൂവ് ആവും. എന്നിട്ട് ഇപ്പൊ ബി പ്രിന്റ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് റിമൂവ് ആയോ ഇല്ലേന്ന് അറിയാൻ പറ്റൂ. ഇത് ഞാൻ റൺ ചെയ്യാണ്. അപ്പോ ബിക്കകത്ത് ആദ്യത്തെ എലമെന്റ് വന്നു, രണ്ടാമത്തെ ടി വന്നു, കോഡിറേക്ക റിമൂവ് ആയി. കാരണം എന്താണ്? കോമൺ എലമെന്റ് ആയി. ഇതും വന്നു. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ടി ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? ടിയും റിമൂവ് ആയി പോകും അല്ലെ? റിമൂവ് ആയി. ഇത് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇനിയിപ്പോ ഒരു എലമെന്റ് കോമൺ ഇല്ലാന്ന് വിചാരിക്കുക. ഞാനിപ്പോ ഇവിടെ എലമെന്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. വേറെ ഇവിടെ എല്ല് കൊടുത്തു, കോഡിറേക്ക മാറ്റിയിട്ട് ഓക്കെ, റിമൂവ് ചെയ്യാൻ നോക്കുമ്പോ എന്താണ്? കോമൺ എലമെന്റ് ഒന്നുമില്ല. അപ്പൊ എന്ത് പറ്റും? ഒന്നും റിമൂവ് ആവില്ല. ഇത് അതുപോലെ പ്രിന്റ് ആവും. ഇത്ര എലമെന്റ് അതുപോലെ പ്രിന്റ് ആവും. കാരണം എന്താണ്? ഇതിൽ രണ്ടിലും ഒന്നും കോമൺ ഇല്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എയിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? എ ഡോട്ട് റിമൂവ് ഓൾ ഓഫ് ബി. അതായത് ഇതിൽ രണ്ടിൽ കോമൺ എന്താണോ ഉള്ളത് അത് എയിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കോമൺ ഒന്നുമില്ല. ഞാനിപ്പോ തൽക്കാലം ഇവിടെ ഒരെണ്ണം കോമൺ ആക്കി കൊടുക്കുകയാണ് ഈ ഏരിയ. ഓക്കെ, എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കോമൺ ആയിട്ടുള്ള എന്താണ്? എല്, അത് എയിൽ നിന്ന് റിമൂവ് ആവും. അപ്പൊ ബാലൻസ് എന്ത് വരും? 1000 കോഡിറേക്ക എഫ് വരും. ഓക്കെ, ഇത് റൺ ചെയ്യുമ്പോ ഇത് പ്രിന്റ് ആയി. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ നമുക്ക് റിമൂവ് ഓൾ എന്തിനാണെന്ന്. അപ്പൊ രണ്ടിലും കോമൺ എന്താണോ ഉള്ളത് അത് ഏത് ലിസ്റ്റിൽ നിന്നാണോ റിമൂവ് ചെയ്യേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി അതുപോലെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അതായത് നമുക്കിപ്പോ ഒരു ഇതിനകത്തെ എലമെന്റ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്നാണോ ക്ലിയർ ചെയ്യേണ്ടത് അത് ഡോട്ട് ക്ലിയർ എന്ന് വിളിച്ചാൽ മതി. ക്ലിയർ. ഇനി നമ്മൾ ഈ എ പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും നമുക്ക് വരും. ഓക്കെ, എ പ്രിന്റ് ചെയ്തപ്പോ എംപ്റ്റി ലിസ്റ്റ് ആണ് വന്നത്. ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഇത്ര എലമെന്റ് ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡ് മനസ്സിലായല്ലോ. ഈ അറേ ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും അതിനകത്ത് ഇനി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുപോലെ കണ്ടെയ്ൻസ് കൂടാതെ ഇൻഡെക്സ് ഓഫ് ഉണ്ട്, ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ക്ലോൺ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.